അങ്ങനെ അറിയാതെ ഞങ്ങൾ തമ്മിൽ അടുത്തു. പക്ഷേ അവിഹിതമായ ഒരു ചലനം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്റെ മുഖത്ത് നോക്കി ഇത് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ല. നിങ്ങൾ അവളുടെ ശരീരത്തിന്റെ ചൂടറിഞ്ഞിട്ടുണ്ട്. അവളോടൊത്ത് കിടക്ക പങ്കുവച്ചിട്ടുണ്ട്. ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങളൊരു നിത്യശല്യമായി തീർന്നപ്പോൾ അവളൊരു രാജിക്കത്തെഴുതി. ഞാനത് വാങ്ങി കീറിക്കളഞ്ഞിട്ട് നിങ്ങളെ കാണാമെന്ന്. ഹലോ, എന്താ രജ? തുറന്നു പറയുന്നതുകൊണ്ട് മറ്റൊന്നും തോന്നരുത്. നിന്റെ പെരുമാറ്റം തുളസിയെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. നീ അവളെ ഉപദ്രവിക്കരുത്. എടാ, മറ്റു പെൺകുട്ടികളെ പോലെയാണ് തുളസിയെ ഇന്നലെ വരെ ഞാൻ കണക്കാക്കി. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. മനസ്സിലായില്ല? ഞാൻ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അവൾക്ക് എന്റെ കുത്തഴിഞ്ഞ ജീവിതത്തെ തിരുത്താൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. നീ ഇത് കാര്യമായിട്ട് പറയുകയാണോ? അതെ, ഞാൻ നാളെ അവളുടെ അച്ഛനെ കണ്ട് സംസാരിക്കാൻ പോവുകയാണ്. ഈ വിവാഹം നടത്തി തരാൻ നീയും എന്നെ സഹായിക്കും. ഇല്ല, ഈ വിവാഹത്തിന് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. എന്റെ മുഖത്ത് നോക്കി ഇത് പറയാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ. തുളസി, നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞത്. ഈ വിവാഹം കൊണ്ട് നിന്റെ കുടുംബം രക്ഷപ്പെടും. നിനക്ക് ഒരു വലിയ നിലയുണ്ടാവും. അത്തരത്തിലൊരു നില എനിക്ക് വേണ്ട. തുളസി, ഈ വിവാഹം നടത്താൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഇനി അവളെ കാണാതിരിക്കാം. നിങ്ങളുടെ വിവാഹം നടക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അന്ന് ഞാൻ നടുവിട്ടു. അച്ഛന്റെയും ബന്ധുജനങ്ങളുടെയും നിർബന്ധത്തിന് മുന്നിൽ തുളസി തലകുനിച്ചു. അങ്ങനെ നിങ്ങളുടെ വിവാഹം നടന്നു. വിവാഹം മാനമര്യാദയായി വളർന്ന സ്വഭാവശുദ്ധിയുള്ള ഒരു പെൺകുട്ടിയാണെന്ന് കരുതിയാണ് ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. പക്ഷേ ആദ്യ രാത്രി കിടപ്പറയിലേക്ക് കടന്നു എന്ന് എന്നോട് അവൾ പറഞ്ഞതെന്താണെന്ന് അറിയാമോ? ഞാൻ രാജനെ സ്നേഹിച്ചിരുന്നു. ഞങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. രാജന് നിന്നോട് സ്നേഹമുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഈ വിവരം നീ എന്നോട് പറഞ്ഞില്ല? ഞാൻ എങ്ങനെയാ അങ്ങയോട് ഇത് പറയാ? നിങ്ങൾ ഒന്നിച്ചാണ് ഓഫീസിൽ വരികയും പോവുകയും ചെയ്തിരുന്നത്? അതെ. നിങ്ങൾ ഹോട്ടലിൽ പോയിട്ടുണ്ടോ? ചിലപ്പോ പോയി കാപ്പി കുടിച്ചിട്ടുണ്ട്. പക്ഷേ തെറ്റായ ഒരു പെരുമാറ്റം രാജനിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായി തോൽവി എന്തെന്നറിഞ്ഞ ഞാൻ എല്ലാം മറക്കാൻ വേണ്ടി കുടിച്ചു. പക്ഷേ എത്ര കുടിച്ചിട്ടും ഹൃദയത്തിന്റെ വേദന അടങ്ങിയില്ല. ഞാൻ അവളെ വെറുത്തു. അവളുടെ മുഖത്ത് നോക്കാൻ ഞാൻ അറച്ചു. മാനം ഭയന്ന് മാത്രമാണ് ഞാൻ അവളെ ഉപേക്ഷിക്കാതിരുന്നത്. അതിവ്രത അവൾ എന്റെ വീട്ടിൽ കഴിയുമ്പോഴും ഞാനില്ലാത്ത സമയം നോക്കി നിങ്ങൾ അവളെ കാണാൻ വന്നില്ലേ? വന്നു. ഞാൻ പോലീസിൽ ചേർന്ന ശേഷം ആദ്യമായി നാട്ടിൽ വന്നപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം തകർന്നിരിക്കുകയാണെന്ന് അറിഞ്ഞു. നിങ്ങളുടെ തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അന്നവിടെ നടന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം? എന്നെ ഈ നരകത്തിൽ തള്ളിയിടാൻ വേണ്ടി ഓടി വിളിച്ച് നിങ്ങൾ എന്തിനു വേണ്ടി വന്നു? എന്തിനു വന്നു? തുളസിക്ക് നല്ലത് വരണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. നല്ലത് ഈ താലി വലിച്ചു പൊട്ടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ആത്മഹത്യ ചെയ്യുമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്യാത്തത് ഒരു കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുന്നോണ്ടാണ്. തുളസി, കുടിച്ച് ലക്കില്ലാതെ മൃഗത്തെ പോലെ ബന്ധപ്പെട്ടതിൽ നിന്നാണ് ആ കുഞ്ഞ് ജനിച്ചത്. അത് നിങ്ങളുടെ എന്നാണ് മനുഷ്യൻ പറയുന്നത്. തുളസി, എന്നെ അപമാനിക്കാൻ ഇവിടെ പെണ്ണുങ്ങളെ കൊണ്ടുവരും. അവരുമായി എന്റെ കിടപ്പറ പങ്കിടും.
ഇതിൽ കൂടുതൽ ഒരു സ്ത്രീ അനുഭവിക്കണോ? വയ്യ, എനിക്കിനി മരിച്ചാൽ മതി, മരിച്ചാൽ മതി. തുളസി, 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 തുളസി. ഗോപി, ഞാൻ ശബ്ദിക്കരുത്. ഞാനില്ലാത്ത സമയത്ത് എന്റെ വീട്ടിൽ കയറി നിനക്കത് കാണിക്കാൻ എങ്ങനെ ധൈര്യം വന്നു? ഗോപി, നീ എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. നോ എക്സ്പ്ലനേഷൻസ്. മേലാൽ നിന്നെ ഇവിടെ കണ്ടാൽ ഞാൻ കൊന്നുകളെ. Get out! Get out! അങ്ങനെ നിങ്ങൾ എന്നെ ആട്ടി പുറത്താക്കി. മനസ്സുകൊണ്ടാണ് എന്നെ ഇറങ്ങിപ്പോയത്. പിന്നീട് ഞാൻ നാട്ടിലേക്ക് വന്നിട്ടേയില്ല. വരാതിരിക്കാൻ പറ്റുമോ? കാത്തിരിക്കാൻ തുളസിയും നിങ്ങളുടെ കുഞ്ഞും അവിടെയില്ലേ? ഗോപി, ഞാൻ വിവാഹം കഴിക്കുമ്പോഴേ അവൾ ഗർഭിണിയായിരുന്നില്ലേ? സത്യം എത്ര നാൾ ഒളിച്ചു വെക്കാൻ കഴിയും? അവൾ പ്രസവിച്ച വിവരമറിഞ്ഞ് ഞാൻ ആശുപത്രിയിൽ ചെന്നു.